ജോണച്ചായ ഒന്ന് വലിച്ചേട്ടാ ചായ വലിച്ചിട്ട് ഇച്ചിരി നാടൊരുങ്ങുമാണ്. ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഞങ്ങളുടെ കല്ലട നാടിൻ്റെ പൊന്നോമനയാണ് അവൻ. അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കഴിവുള്ള ഒരു കുട്ടിയാണ്. അവന് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കുട്ടിയാണ്. ഫുട്ബോൾ കളിച്ചാണ് സ്കൂളിൽ നിന്ന്. ഫുട്ബോളിന് പകരം തട്ടി ചെരുപ്പ് ആണ് ആ ഷെഡിൻ്റെ മുകളിൽ പോയത്. അതെടുക്കാൻ കയറിയ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മോനാണ്. ഞങ്ങളുടെ കല്ലടയിലെ പൊന്നോമനയാണ്. അവന് സ്പോർട്സിനോടാണ് കൂടുതൽ താല്പര്യം. അവന് വളർന്ന് വലുതായി മിലിറ്ററിയിൽ അവനൊരു പട്ടാളക്കാരനാവണമെന്നാണ് അവൻ്റെ താല്പര്യം. പട്ടാളക്കാരനായതിനു ശേഷം അവൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. അവന് കൊച്ചു പ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. അവൻ്റെ കുടുംബത്തെക്കുറിച്ചും അവനെക്കുറിച്ചും അവൻ്റെ ഫാമിലിയെക്കുറിച്ചും പറഞ്ഞ ഒരു സംഭവം പറയുമ്പോഴാണല്ലോ ആൾക്കാർ വിശ്വസിക്കുക. അതിന് മുമ്പൊന്നും ആരും വിശ്വസിക്കത്തില്ല. അവൻ്റെ അച്ഛൻ രാവിലെ അവനെ ട്യൂട്ടോറിൽ കൊണ്ടാക്കി. ട്യൂട്ടോറിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് അവൻ അവിടുന്ന് ബസ്സിൽ കയറി സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ക്ലാസ്സിന് മുമ്പ് അവനൊരു അരമണിക്കൂർ കിട്ടും. അരമണിക്കൂറിനൊപ്പം കൂട്ടുകാരുമായിട്ട് ആ മൈതാനത്ത് കളിച്ചിട്ടിരുന്ന ഭാഗത്താണ് ഈ ദുരന്തം ഉണ്ടായത്. ഞങ്ങളുടെ കുഞ്ഞിന് ഞങ്ങൾ അവസാനത്തെ ഞങ്ങളുടെ കല്ലട സൗഹൃദം കൂട്ടായ്മയാണ്. ഈ പടിഞ്ഞാറക്കലയുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് കല്ലട സൗഹൃദം കൂട്ടായ്മ. ഈ കല്ലട സൗഹൃദം കൂട്ടായ്മ ഞങ്ങളുടെ പൊന്നോമനെ യാത്രയാക്കിയാണ്. അതാണ്ട് പറന്നകന്ന ചലപമേ പൊന്നുമോനെ വിടാ. മിടുക്കനായിരുന്നു. അവൻ കളിക്കാനും നല്ലപോലെ നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ നല്ല വൃത്തിയായിട്ട് അവൻ മറുപടിയും പറയും. അവന് ആവശ്യത്തിനപ്പുറം മറുപടി അവൻ പറയും. പറഞ്ഞുകൊണ്ടേ അവൻ പോകത്തുള്ളൂ. ഓടെ പോയ ഒരു കമ്പിയോ അല്ലെ ഒരു കമ്പോ കുപ്പിയോ എന്തെങ്കിലും തട്ടി പോകും. നല്ല സ്നേഹമാണ്. ഇവിടെ വന്ന് കുട്ടുചേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. ഞാൻ പറയും എന്തിനാടാ സൈക്കിളിന്. ഞാൻ പറയും നടന്നു പോകാൻ പറയും. ഞാൻ പറയും 4 സൈക്കിൾ വേണം. എടുത്തോണ്ട് പോവുകയും ചെയ്യും. ചോദിച്ചിട്ട് വരും. സൈക്കിൾ ഇങ്ങോട്ടതാ എനിക്ക് മുട്ടായി മേടിക്കാൻ പോകാനാ. അന്നേരം ഞാൻ പറയും മുട്ടായിക്ക് നടന്നു വിടാൻ മോനെ ഇല്ല സൈക്കിൾ ഇങ്ങോട്ടതാ. ഞാൻ പറയും അവൻ അവിടെ ഉണ്ട്. വിളിച്ചോണ്ട് പോവുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. നല്ല സ്നേഹമാണ്. തട്ടെന്ന് പറയാൻ പാട്ടയായാലും മതി ഒരെണ്ണം. കുപ്പിയുണ്ടല്ലേ, കുപ്പിയും തട്ടി അവൻ അങ്ങ് വരെ പോകും. അല്ലെങ്കിൽ ഒരു കമ്പുണ്ടെങ്കിൽ അത് തട്ടിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ദൈവം നേരത്തെ വിളിച്ച് എന്തോ ചെയ്യും നമ്മൾ. ഇതിനിടയ്ക്ക് അമ്മൂമ്മ ഇവിടെ തൊഴിലുറപ്പിനും വന്നു. തൊഴിലുറപ്പിന് പോയപ്പോൾ അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ ആ തൊഴിലുറപ്പിന് വന്നേ. അവിടെ അവനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പന്നി അഭിപ്രായമില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും ജനത്തിന് മൊത്തം മതിപ്പുള്ള ഒരു കുഞ്ഞാണ്. അവൻ്റെ ആ പോക്കും വരവും കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമാണ്. ഞാനിതുവരെ പോയിട്ടില്ല. ഇവിടെ കാണാനേ പോയിട്ടില്ല. അവനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് കരക്കില്ല വരും. ഇവിടെ വന്നാൽ എന്നെ കളിയാക്കി, ഞാൻ അവനെ കളിയാക്കി. അവിടെ അവൻ സാധനം മേടിക്കും, എല്ലാം ചെയ്യും. അവൻ ട്യൂട്ടോറിൽ പോകുന്നത് 7 മണിക്ക് പോകും. നടന്നാണ് പോകുന്നത്. ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഒരു കൂട്ടുകാരൻ്റെ സൈക്കിളുണ്ട്. അതിനകത്ത് കയറി പൊട്ടൊക്കെ നമുക്ക് ചെന്ന് ട്യൂഷൻ കഴിഞ്ഞ് ചെവിലേക്കര സ്കൂളിൽ പോകും. അങ്ങനെ അലഞ്ഞ് പഠിച്ച ഒരു കുഞ്ഞാണ്. അവരുടെ കുടുംബമേ തന്നെ ചുവന്നൊലിച്ച് അവരുടെ അമ്മയുടെ വീട്ടിലാക്കി കിടക്കുന്ന രാത്രി പറഞ്ഞു കിട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ കളി 2 മക്കളുടെ കൂടെ കൊച്ചുമക്കളുടെ കൂടെ വീട്ടിൽ വന്നിരുന്ന് കളിച്ചിട്ട് ഞങ്ങളുടെ അപ്പൂപ്പ രോഗിയാണ്. ആ രോഗി അപ്പൂപ്പനെ 120 വെള്ളം കൊടുക്കുകയും രേനിയപ്പേ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് കുഞ്ഞും കൂടെ വന്നിരുന്ന് 120 കൊടുക്കുന്നത്. മിടുക്കനായിരുന്നു. എനിക്ക് തന്നെ പാൻ തോന്നില്ല. ആ കൊച്ചിന്റെ കളി തിരി ഞങ്ങൾക്ക് താങ്ങത്തില്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ല. കൊച്ചു വീട്ടിൽ കഴിക്കുക മണി വന്ന് അമ്മമ്മത്തുള്ള ഒന്ന് വഴക്ക് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞത് അവന് ആരും ഇല്ലാത്ത വീടല്ലല്ലോ, അവന്റെ അപ്പൂപ്പന്റെ വീടല്ലേ. ഞങ്ങളെപ്പോഴും പറയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ ഓർക്കുമ്പോൾ അവൻ ഈ നാട്ടിൽ തീരാനഷ്ടം വന്ന പോലുള്ള ഈ മിഥുൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പം അവൻ ഈ നാട്ടിൻ്റെ ഒരു കണ്ണിലുണ്ണിയായിരുന്നു. കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഇത് വെറുതെ ഒരു പോസ്റ്റിന് വേണ്ടി പറയുന്നതല്ല. ഈ സൂര്യൻ ഉദിച്ചു വരുന്ന തേജസ്സോടെ വളർന്നു വന്ന ഒരു കുഞ്ഞാണത്. അവൻ ഈ കലാകാരനും എഴുത്തും അതുപോലെ തന്നെ രചനയും സ്പോർട്സിലൊക്കെ ആയിട്ട് ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു മിടുക്കനായ ഒരു കുട്ടിയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ഭയങ്കരമായ വേദനയുണ്ട്. ഒരു നല്ല മോനാണ്. ഇതിലേ പോയ അമ്മയെന്ന് അപ്പായനെയും വിളിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ നല്ല മോനാ, നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞാണ്. ഞാൻ അന്നേരം പോലെ അവനെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ആരെ കണ്ടാലും അമ്മയെ അപ്പ അച്ഛാന്ന് വിളിക്കാതെ അവൻ പോകത്തില്ല. സഹിക്കാൻ പറ്റാത്ത വേദനയാണിത്. ഓർക്കുമ്പോഴും സങ്കടം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിലിങ്ങനെ പോകുമ്പോൾ വെറുതെ നടന്നു പോവില്ല. ഇങ്ങനെ ചെരുപ്പെങ്കിലും ഇട്ട് അമ്മാനം ആടി, മേപ്പോട്ട് അമ്മാനം ആടി, ചെരുപ്പ് കാലുകൊണ്ട് തട്ടി
ഒക്കെ ഇങ്ങനെ പോകുന്നത്. നല്ല ചൊറിയറുകളുള്ള ഒരു കൊച്ചു പയ്യനായിരുന്നു. അതിനോട് ഭയങ്കര താല്പര്യമാണ്. അതാണ് ഈ പിന്നെ ഇത് കാണുമ്പോൾ ചെരുപ്പൊക്കെ എന്ത് ഫുട്ബോൾ കളിക്കുന്നതിനൊക്കെ തട്ടി തട്ടി പോവും. കുഞ്ഞിന്റെ മുഖത്ത് നോക്കാൻ ഒക്കത്തില്ല മക്കളെ. ആ പൊന്നു പോയെന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല മോനെ. അത്രയും ദയനീയ അവസ്ഥ അവരുടെ വീട്ടിലും കുടുംബത്തിനും അല്ല. എങ്ങനെ സഹിക്കുന്നത് അത് കാണുമ്പോ തന്നെ വിഷമമില്ല മക്കളെ.